ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഇഫ്താറിനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ കുറച്ച് ബ്രെഡ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ ഈ ഒരു ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ മിൽക്ക് ബ്രെഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. മിൽക്ക് ബ്രെഡ് ആവും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ഒന്നുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡും ഞാനിവിടെ ആവശ്യമെല്ലാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കോഴിമുട്ടയാണ്. കോഴിമുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി കലക്കി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അതിലേക്ക് 2 കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 ബ്രെഡ് എടുക്കാം. ഈ ഒരു 2 ബ്രെഡും കൂടി ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി എടുക്കുക കേട്ടോ. പ്രസ്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്തുകൊണ്ട് നല്ലതുപോലെ അതിങ്ങനെ ഇതായി വരും. ഇനിയിപ്പോൾ അതിൻ്റെ ഈ എല്ലാ 4 സൈഡ് വശവും ഈ ഒരു മുട്ടയുടെ മിക്സിൽ നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ മേൽവശവും അടിവശമൊക്കെ നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മുട്ടയുടെ മിക്സ് എല്ലാ വശത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഫുള്ളായിട്ട് അതിൽ മുക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ ബ്രെഡ് ക്രംസ് നേരത്തെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുക്കി കൊടുക്കുക. ബ്രെഡ് ക്രംസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുക കേട്ടോ. എല്ലാ വശവും ഈ ബ്രെഡ് ക്രംസിലൊന്ന് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വെക്കാം. അപ്പോൾ ഞാനിതാ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഓരോ ബ്രെഡ് പോക്കറ്റും ഇട്ടുകൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഞാൻ തിരിച്ചും മറിച്ചിട്ടൊരു ഗോൾഡൻ കളറായാലും നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു സൈഡിലോട്ട് മാറ്റിയേക്കാം. ഈ ഒരു സമയം നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി ഇതുപോലെ ചെറുതായി ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നീളത്തിലല്ല അരിഞ്ഞെടുക്കേണ്ട കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് തന്നെ എടുക്കുക. നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലോണം വഴറ്റിയെടുത്താൽ അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെ പച്ച സ്മെല്ല് ഒക്കെ പോകുന്നവരെ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ക്യാരറ്റും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫ്രഞ്ച് ഫ്രൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണം നമുക്ക് ചിക്കനാണ്. ചിക്കൻ നമ്മൾ നോർമൽ മസാലയിൽ ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ട് ജസ്റ്റ് അങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പിച്ചി എടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നാലും അതിനെക്കാട്ടിലും ടേസ്റ്റ് നമുക്ക് ഇതുപോലെ പിച്ചി എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനും കൂടി ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാൻ മറന്നിരുന്നു. അപ്പോൾ ചീസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പാനിലേക്ക് തന്നെ മാറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു സ്ലൈസ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീസ് മെൽറ്റ് ആവുന്നവരെ ഒന്നുകൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലോണം ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ചീസൊക്കെ ഈ ഒരു ഇതിലേക്ക് നല്ലോണം പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്കിത് എല്ലാം നേരത്തെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിതിലേക്ക് ചീസ് ഇട്ടെടുക്കാൻ മറന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ചീസ് ചേർത്ത് കൊടുക്കുക. ചീസ് മെൽറ്റ് ആയതിന് ശേഷം പിന്നീട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് അതിലേക്ക് ചിക്കനും ബാക്കിയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു സോയാ സോസും എല്ലാ സോസുകളും ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ വീണ്ടും ഇതൊരു
പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മയോണൈസാണ് കേട്ടോ. മയോണൈസ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് റെഡിമെയ്ഡ് മയോണൈസാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയെടുത്ത മയോണൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മയോണൈസ് നമുക്ക് ആവശ്യത്തിനധികം ചേർത്ത് കൊടുക്കുക. മയോണൈസും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ അത്യാവശ്യം ഉപ്പുണ്ടാകും. ചിക്കനിലും അതുപോലെ തന്നെ മയോണൈസിലും ഒക്കത്തിലും അത്യാവശ്യം ഉപ്പുണ്ടാകും. അപ്പോൾ നമുക്കിനി ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ബ്രെഡ് പോക്കറ്റ് ഉണ്ടല്ലോ, അതാ ഇതുപോലെ സെൻറ്റർ വശത്ത് കൂടി ഞാനൊന്ന് കോണായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക, പോക്കറ്റാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വീതം ഫില്ലിങ് വെച്ചിട്ട് അതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഫില്ലിങ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അത്രയും നിറച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഫുള്ളാക്കി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം വയറ് നിറയും. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇത് ഈവനിങ് സ്നാക്കായിട്ടോ ഈ ഒരു ഇഫ്താർ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്